ഹായ് ഓൾ, ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് പരീക്ഷ 2024 നവംബർ 28 നടക്കാനിരിക്കുകയാണ്. ഈ ഒരു പരീക്ഷയുടെ കൂടുതൽ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അധികം വൈകാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കാറ്റഗറി നമ്പർ 656/2023 ആണ്. ഡിപ്പാർട്ട്മെന്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് ആണ്. നെയിം ഓഫ് പോസ്റ്റ് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക്. സ്കെയിൽ ഓഫ് പേ നിങ്ങൾക്ക് 37,400 രൂപ മുതൽ 79,000 രൂപ വരെ പ്രതീക്ഷിക്കാം. നമ്പർ ഓഫ് വേക്കൻസീസ് ആൻറ്റിസിപ്പേറ്റഡ് ആണ്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അപ്ലൈഡ് ഇതുവരെ 15,575 കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എക്സാം ഡേറ്റ് നേരത്തെ പറഞ്ഞ പോലെ 28/11/2024 ആണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി 11/9/2024 ആണ്. അപ്പോൾ കൺഫർമേഷൻ കൊടുക്കാത്തവർ ആ ഒരു ഡെഡ് ലൈനിലേക്ക് കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കുന്നത് നന്നായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു എക്സാമിൻ്റെ സിലബസ് നമുക്ക് ചെക്ക് ചെയ്യാം. പ്രധാനപ്പെട്ട മോഡ്യൂൾസ് ഏതൊക്കെയാണെന്നും അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും നമുക്കൊന്ന് നോക്കാം. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ മോഡ്യൂൾ 1 പാസീവ് ആൻഡ് ആക്റ്റീവ് കമ്പോണൻസ് ആണ്. 10 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഇവിടെ പ്രതീക്ഷിക്കാവുന്നത്. മോഡ്യൂൾ 2 ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. 10 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മോഡ്യൂൾ 3 മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. 12 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. മോഡ്യൂൾ 4 ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ് 15 മാർക്കിൻ്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. മോഡ്യൂൾ 5 പവർ ഇലക്ട്രോണിക് ഡിവൈസസ് 12 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. മോഡ്യൂൾ 6 പവർ സപ്ലൈ സർക്യൂട്ട്സ് ആണ്. 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മോഡ്യൂൾ 7 വന്നിട്ട് പ്രൊട്ടക്ഷൻ ഡിവൈസസ് ആൻഡ് കൺട്രോൾ സർക്യൂട്ട്സ് ആണ്. 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ആ ഒരു ഭാഗത്തിന് നൽകിയിട്ടുള്ളത്. മോഡ്യൂൾ 8 കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് ആണ്. 13 മാർക്കിൻ്റെ അത്യാവശ്യം വലിയൊരു മോഡ്യൂളാണ്. 13 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഈ ഒരു മോഡ്യൂളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അതോടൊപ്പം മോഡ്യൂൾ 9 ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് മൈക്രോ കൺട്രോളർ 13 മാർക്കിൻ്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. മോഡ്യൂൾ 10 ട്രാൻസ്ഡ്യൂസേഴ്സ് ആൻഡ് സെൻസേഴ്സ് നിങ്ങൾക്ക് 5 മാർക്കിൻ്റെ ചോദ്യങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഇത്രയുമാണ് സിലബസ് വരുന്നത്. അങ്ങനെ ആകെ 100 മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് എഴുതേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ബുക്സ് ആണ് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് റെഫർ ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. നിമി ബേസ്ഡ് ITI ഇലക്ട്രോണിക് മെക്കാനിക്കൽ ടെക്സ്റ്റ് ബുക്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിമി ബേസ്ഡ് ITI ഇലക്ട്രീഷ്യൻ ടെക്സ്റ്റ് ബുക്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതോടൊപ്പം ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബൈ VK മെഹ്ത്ത ആ ഒരു ബുക്കും നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് സിലബസ് കവർ ചെയ്തു എന്നതുകൊണ്ട് മാത്രം നമുക്ക് റാങ്ക് കിട്ടണമെന്നില്ല. നമ്മൾ അതിനനുസരിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മറ്റ് ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ധാരാളമായിട്ട് നമ്മൾ റെഫർ ചെയ്യേണ്ടതുണ്ട്. എന്നാലേ നമ്മുടെ ആ ഒരു ആൻസർ ചെയ്യുന്നതിൻ്റെ സ്പീഡും അതിൻ്റെ ക്വാളിറ്റിയും എല്ലാം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. അത്രത്തോളം പ്രിസൈസ് ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പ്രധാനമായിട്ടും റെഫർ ചെയ്യേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം. ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക് ഡിസ്ട്രിക്ട് വൈസ് എക്സാം ബൈ കേരള PSC, ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ ഡിസ്ട്രിക്ട് വൈസ് എക്സാം ബൈ കേരള PSC, ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് ബൈ കേരള PSC, ജൂനിയർ ഇൻസ്ട്രക്ടർ പവർ ഇലക്ട്രോണിക്സ് ബൈ കേരള PSC, ITI അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ഓഫ് ഇലക്ട്രോണിക് മെക്കാനിക് ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം ITI അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ഓഫ് ഇലക്ട്രീഷ്യൻ ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ISRO VSSC ടെക്നീഷ്യൻ ഇലക്ട്രോണിക് മെക്കാനിക് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യാം. ISRO VSSC ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ RRB ALP ട്രേഡ് ക്വസ്റ്റ്യൻസ് ഓഫ് ഇലക്ട്രോണിക് മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രീഷ്യൻ ആ ഒരു ക്വസ്റ്റ്യൻസും അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇനി എത്രത്തോളം കോമ്പറ്റീഷനാണ് നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത് അതിൻ്റെ ജസ്റ്റ് ചെറിയൊരു കണക്ക് നമുക്കൊന്ന് നോക്കാം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുള്ളത് 15,575 പേരാണ്. അപ്പോൾ അപ്രോക്സിമേറ്റ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് സബ്മിറ്റിംഗ് കൺഫർമേഷൻ ഏകദേശം ഇവരെല്ലാവരും നമുക്ക് കൺഫർമേഷൻ കൊടുക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് ഏകദേശം കൺഫർമേഷൻ കൊടുക്കാൻ സാധ്യതയുള്ള കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം ഒരു 10,000 ആക്കി എടുക്കുകയാണെങ്കിൽ കൂടി സീരിയസ് ആയിട്ടുള്ള ആസ്പിരൻസ് അതിലൊരു 1000 പേരോളമേ ഉണ്ടാവുള്ളൂ. അതിൽ അപ്രോക്സിമേറ്റ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് കവറിങ് ഫുൾ സിലബസ് എല്ലാ സിലബസും ഫുൾ സിലബസ് കവർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം അതിലും കുറവായിരിക്കും. നമുക്കൊരു 500 ആയിട്ട് നമുക്ക് എടുക്കാം. ഏകദേശം അത്രയും ആസ്പിരൻസ് മാത്രമേ ഫുൾ സിലബസ് കവർ ചെയ്തിട്ട് വരുള്ളൂ. അപ്പോൾ സിലബസ് കവർ ചെയ്താലും പോരാ, കാരണം നമുക്കറിയാം 10 മോഡ്യൂളുകളിലായിട്ട് ധാരാളം ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് റിവിഷൻ വഴി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ഫുൾ സിലബസ് നമുക്ക് മെമ്മറൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഫുൾ സിലബസും റിവിഷനും കംപ്ലീറ്റ് ചെയ്യുന്നത് ഏകദേശം ഒരു 200ഓളം പേരായിരിക്കും.
ഇനി അപ്രോക്സിമേറ്റ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് കവറിംഗ് ഫുൾ സിലബസ്, ഫുൾ റിവിഷൻ ആൻഡ് ക്വാളിറ്റി മോഡൽ എക്സാം ആൻഡ് ഫീഡ്ബാക്ക് ഫ്രം എ റൈറ്റ് മെന്റർ. ഇനി ഫുൾ സിലബസ് കവർ ചെയ്തു, റിവിഷനും ചെയ്തു, ഇനി നമുക്ക് വേണ്ടത് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണ്. അതായത് PSC മോഡൽ ക്വാളിറ്റി, അതായത് ആ ഒരു മോഡലിൽ തന്നെയുള്ള ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ടൈം മാനേജ്മെൻറ്റോട് കൂടി തന്നെ നമ്മളത് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നത് വളരെ കുറവ് പേരിൽ മാത്രമേ അതിനുള്ള അവസരങ്ങൾ ലഭിക്കുള്ളൂ. ആ ഒരു കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം നമുക്കൊരു 100 പേരായിട്ട് എടുക്കുകയാണെങ്കിൽ ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആവുന്ന എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഏകദേശം 70 പേരാണ്. അതിൽ തന്നെ അഡ്വൈസ് കിട്ടുന്നത് 40 പേർക്കുമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത്രയും വലിയൊരു നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഉണ്ട്, ഇത്രയും കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം 15,000-ലധികം കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ട രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അഡ്വൈസ് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് സ്ട്രാറ്റജൈസ്ഡ് ആയിട്ട് നമ്മൾ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ റാങ്ക് ലിസ്റ്റ് ഇടം നേടാനായിട്ട് സാധിക്കും. ഇനി പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ടു ബിക്കം എ ടോപ്പർ, ഒരു ടോപ്പർ സ്ട്രാറ്റജി എന്താണെന്ന് നോക്കാം. അത് ഒരു കോമ്പറ്റീഷൻ ട്രയാങ്കിൾ ആണ്. നമ്മൾ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. ഫുൾ സിലബസ് കവറേജ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം ഫുൾ റിവിഷൻ. സിലബസ് കവർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിവിഷനും അതോടൊപ്പം മാക്സിമം നമ്പർ ഓഫ് മോഡൽ എക്സാംസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയും വേണം. ഇനി പ്രിപ്പറേഷൻ ടിപ്സ് നോക്കുകയാണെങ്കിൽ ഐഡൻറ്റിഫൈ യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, അതാണ് ഒന്നാമത്തെ സ്ട്രാറ്റജി ആയിട്ട് വരുന്നത്. ഇനി പ്രിപ്പറേഷൻ ടിപ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് നമ്മുടെ സ്ട്രെങ്ത്തും നമ്മുടെ വീക്ക്നെസ്സും എല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുക. സെലക്ട് യുവർ പ്രിഫറൻസ് ആസ് പെർ യുവർ പൊട്ടൻഷ്യൽ. നിങ്ങളുടെ പൊട്ടൻഷ്യലിനനുസരിച്ച് ഇതിൽ ഏതാണോ ആ ഒരു രീതി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതായത് നിങ്ങൾക്കൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം, എന്നിട്ട് അവരോടൊപ്പം സ്മാർട്ട് പ്രിപ്പയർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് ജോലികൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. നമുക്ക് റെഫറൻസ് മെറ്റീരിയൽ തിരഞ്ഞെടുപ്പിടിക്കേണ്ട ആവശ്യമില്ല. കാരണം സ്മാർട്ട് സ്റ്റഡി നോട്ട്സും മെറ്റീരിയൽസും അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. മോഡൽ എക്സാംസ് അവർ തന്നെ ചെയ്യിപ്പിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് റൈറ്റ് മെൻറ്റേഴ്സിൻ്റെ ഗൈഡൻസ് ലഭിക്കും. അപ്പോൾ നമുക്ക് ധാരാളം ടൈം അവിടെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി സെൽഫ് സ്റ്റഡി വിത്ത് മോക്ക് ടെസ്റ്റ് ആൻഡ് മെൻറ്റർഷിപ്പ്, അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അങ്ങനെയും പ്രിപ്പയർ ചെയ്യാം. ഇനി സെൽഫ് സ്റ്റഡി വിത്ത് യുവർ ഓൺ സ്ട്രാറ്റജി, നിങ്ങളുടേതായിട്ടുള്ള സ്ട്രാറ്റജിയിൽ സെൽഫ് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ അതും ഓക്കെയാണ്. നിങ്ങളുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നിങ്ങൾക്കിപ്പോൾ നല്ലൊരു ധാരണ എത്തിക്കാണും. അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ പൊട്ടൻഷ്യലിനനുസരിച്ച് വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. പ്രിപ്പയർ ആൻഡ് എഫക്റ്റീവ് സ്റ്റഡി പ്ലാൻ വിത്ത് പ്രോപ്പർ ആക്ഷൻ ആൻഡ് ടൈം മാനേജ്മെൻറ്റ്, അതാണ് നിങ്ങളുടെ ഫേസ് 1 ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കുക. ഇത് ചെയ്യുന്നത് 40 ഡേയ്സ് ബിഫോർ എക്സാം, പ്രയർ ടു 40 ഡേയ്സ് നമ്മൾ ഈ ഒരു ഫേസ് 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ഏർലി ടു ഹാവ് ഇനഫ് ടൈം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ടൈം നിങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ഏർലി, അതാണ് ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ഫേസിൽ. പ്രയോറിറ്റൈസ് ടോപ്പിക് ഫ്രം സിലബസ് ആൻഡ് ഡിവൈഡ് യുവർ എഫിഷ്യൻറ്റ് ടൈം ടു 3 ഡിഫറെൻറ്റ് ലെവൽസ്: സ്റ്റഡി, റിവിഷൻ ആൻഡ് പ്രാക്ടീസ്. നിങ്ങളുടെ സിലബസ് കൃത്യമായിട്ട് അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാക്കുക. എന്നിട്ട് സ്റ്റഡി, റിവിഷൻ ആൻഡ് പ്രാക്ടീസ്, ഇങ്ങനെ 3 കാര്യങ്ങൾക്കായിട്ട് എഫക്റ്റീവായിട്ട് നിങ്ങളുടെ സ്റ്റഡി ടൈം നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സ്റ്റഡി ടൈം നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. അതിനുശേഷം പ്രിപ്പയർ ഷോർട്ട് നോട്ട് ആൻഡ് മൈൻഡ് മാപ്പ് ആൻഡ് നോട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആസ് പെർ യുവർ ജഡ്ജ്മെൻറ്റ് ഫ്രം ഈച്ച് ടോപ്പിക്. ഒരു ടോപ്പിക്ക് നമ്മൾ വായിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുകയും ഷോർട്ട് നോട്ട്സ്, മൈൻഡ് മാപ്പ് ഇതൊക്കെ ചെയ്യുന്നതും ഈ ഒരു ഫേസിലാണ്. ഇനി ആക്ഷൻ ഫേസ് 2, ലാസ്റ്റ് 40 ഡേയ്സിൽ അഡോപ്റ്റ് ഷോർട്ട് റിവിഷൻ മെത്തേഡ് ഫ്രം യുവർ ഓൺ നോട്ട്സ് ആൻഡ് റിവൈസ് യുവർ കോൺസെപ്റ്റ്. നിങ്ങൾ ഷോർട്ട് ആയിട്ടുള്ള റിവിഷൻ മെത്തേഡ്സ് നിങ്ങൾ അഡോപ്റ്റ് ചെയ്യാം. പ്രാക്ടീസ് ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസ് ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിത്ത് എഫക്റ്റീവ് ടൈം മാനേജ്മെൻറ്റ്. കൃത്യമായിട്ടുള്ള ടൈം മാനേജ്മെൻറ്റോട് കൂടിയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഡു ഓവറോൾ റിവ്യൂ ഓഫ് സബ്ജക്റ്റ് ആൻഡ് ഐഡൻറ്റിഫൈ ദ മിസ്സിംഗ് ഏരിയാസ് ആൻഡ് കംപ്ലീറ്റ് ദ പെൻഡിങ് ടോപ്പിക്സ്. എന്നിട്ട് ഈ ഒരു മോക്ക് ടെസ്റ്റ് എഴുതി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏതൊക്കെ ഏരിയയിലാണ് ബുദ്ധിമുട്ടുള്ളത്, ഏതൊക്കെയാണ് നിങ്ങളുടെ മിസ്സിംഗ് ഏരിയാസ് എന്നതിനെപ്പറ്റി നിങ്ങൾക്ക് നല്ലൊരു ധാരണ ലഭിക്കും. അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള പെൻഡിങ് ടോപ്പിക്സ് നിങ്ങൾക്ക് കവർ ചെയ്യാനും ധാരാളം സമയം കിട്ടും. ഇവാലുവേറ്റ് യുവർ സെൽഫ് ആൻഡ് ലേൺ ഫ്രം യുവർ മിസ്റ്റേക്ക്. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയുള്ള ഒരു ധാരണ ഉണ്ടാക്കുക, നിങ്ങളെ തന്നെ ഒന്ന് അസസ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മിസ്റ്റേക്സ് എന്തൊക്കെയാണ്, ആ മിസ്റ്റേക്സിൽ നിന്നും നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സഹായത്തോടെ റാങ്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അതിനായി ടെക് PSC തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ്.
കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ചതും പരിചയസമ്പന്നരുമായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സുകളും നിങ്ങൾക്ക് എക്സാം തീയതി വരെയും ലഭ്യമാകും. ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം 3000-ലധികം ടോപ്പിക് വൈസ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും അതോടൊപ്പം ഏതു സമയത്തും ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനുമുള്ള അവസരങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കുന്നതായിരിക്കും. അതോടൊപ്പം 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരങ്ങളും ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ടെക് PSCയുടെ ഓണം സ്പെഷ്യൽ ഓഫറായിട്ടുള്ള വെറും 1999 എന്ന നിസ്സാരമായ പ്രൈസിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാനും സാധിക്കും. അപ്പോൾ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ടെക് PSCയുടെ വിജയാശംസകൾ.